എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് മാഞ്ചി കാച്ചാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മാഞ്ചി കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച കൊണ്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് എങ്ങനെയുണ്ട് നമുക്കിന്ന് നോക്കാം. മാഞ്ചിയല്ലോ എല്ലാ മീൻ കുറേ കിട്ടുമ്പോഴത്തേക്ക് അതെങ്ങനെ സൂക്ഷിച്ചിട്ട് വെക്കുന്നതെന്നിട്ട് പൊട്ടാത്ത പോലെ വെക്കുന്നത് ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിന്, നിങ്ങൾ നോക്കിക്കോളി. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച വെച്ച മീൻ ഫ്രിഡ്ജിൽ എങ്ങനെയുണ്ടെന്ന് ഫസ്റ്റ് നോക്കാം. നമുക്ക് നല്ലോണം ഐസായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 4 മണിക്കൂർ വേണം. മീൻ പുറത്ത് വെച്ചിട്ട് ഇപ്പോൾ 3-4 മണിക്കൂർ അതിന് വെച്ചായി. ഇപ്പോൾ എന്തായാലും നോക്കാം. വെള്ളമെല്ലാം കലങ്ങിന് കുറച്ച് ഇതുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ 2-3 മീൻ കാച്ചാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി പിന്നെ കുറച്ച് മീൻ തന്ന് വെള്ളം ഊറ്റിയിട്ട് പോയിട്ട് അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇതിനെ വരയിടാനുണ്ട്. രണ്ട് ഭാഗത്ത് ഇങ്ങനെ വരയിടാം. അപ്പോൾ 3 മീനിനെ ഇതുമാതിരി വരയിട്ടിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് അപ്പം നമുക്ക് അരിപ്പ് റെഡിയാക്കാം. അതിന് വെള്ളം പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പുളി വെള്ളത്തിൽ ഞാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ പുളി വെള്ളം ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ആവശ്യത്തിന് പുളി വെള്ളം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂണ് മുളക് പൊടി, രണ്ട് സ്പൂണിൻ്റെ അത്ര അരിപ്പൊടി ഇടണം. എന്നാൽ ഞങ്ങൾ ഇത് അരിപ്പൊടിയിൽ ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കണ്ട. കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു 1/4 സ്പൂണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരിട്ട് തേങ്ങ ഒറ്റിക്കാൻ. ഇതെല്ലാം നല്ലോണം ഒന്നിച്ചാക്കിയിട്ട് കുഴച്ചിട്ടെടുക്കാം. കുഴച്ചിട്ടായിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലിട്ട് മീനിൻ്റെ ഐസെല്ലാം പോയിനി. പിന്നെ ഒരു 2-3 പ്രാവശ്യം കവിച്ചെടുത്തിന് ഐസിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് കൊടുക്കാം. മീനെല്ലാം നല്ല പാങ്ങല മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഉപ്പും പുളിയും കാര്യമെല്ലാം പിടിക്കട്ടെ. ഇനി നമുക്ക് പൊത്തി വെക്കാം, എന്നിട്ട് കാച്ചാം. ഞങ്ങളെ മാഞ്ചിക്ക് നല്ല ഉപ്പും പുളിയെല്ലാം പാങ്ങടെ പിടിച്ചിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കാച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് തവ അടുപ്പിൽ വെച്ചിന്. തവ ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായിട്ട് വരുന്നുണ്ട് തവ. എണ്ണ ഒഴിക്കാം. ഞങ്ങളുടെ എല്ലാത്തിനും തേങ്ങണൽ കാച്ചുന്നത്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് മീൻ വെച്ചിട്ട് കൊടുക്കാം. വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ വീട്ടെണ്ണ തേച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇതൊരു ഭാഗം കാഞ്ഞിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം മറ്റേ ഭാഗത്തേക്ക്. ഈ ഭാഗം നല്ലോണം കായട്ട്
അപ്പോൾ മാഞ്ചി അരിപ്പൊടി ഇട്ടിട്ട് കാച്ചത് ഇവിടെ റെഡിയായി. ഇപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലൊക്കെ മാറ്റാം. ഇങ്ങനെ പിടിച്ചെങ്കിൽ എണ്ണെല്ലാം ഊർന്നിട്ട് കുറച്ച് പോട്ട് കളിച്ച് ഇങ്ങനെ പിടിച്ച് അപ്പോൾ നമ്മൾ എണ്ണെല്ലാം ഊർന്നിട്ട് താഴോട്ട് വരും. മീനിൽ അങ്ങനെ വിൽക്കാനുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചട്ടീനെ തെച്ചിട്ട് പിടിച്ചിട്ട് ഞാൻ നമുക്കിതൊരു പ്ലേറ്റിലൊക്കെ ഇടാം. അപ്പോൾ അരിപ്പൊടി ഇട്ടിട്ട് കാച്ച മാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് വിളമ്പണം. ഒരു കഷ്ണം മാഞ്ചിൻ്റെ കഷ്ണം എടുക്കണം, 2 ചോറ് വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് വയ്ക്കാൻ സമയമായിട്ടുണ്ടെങ്കിൽ മണത്തോടെ വയ്ച്ചോളി 2.